1964 പ്രതിഭാധനരായ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് ഒരു ചിത്രം നിർമ്മിക്കുകയുണ്ടായി. ചിത്രത്തിൻ്റെ പേര് ഭാർഗവി നിലയം. മലയാളത്തിലെ സുൽത്താനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ നീലവെളിച്ചം എന്ന നോവലിനെ ആസ്പദമാക്കി തിരക്കഥ എഴുതുകയും ക്യാമറാമാനും സംവിധായകനുമായ വിൻസെൻ്റ് മാസ്റ്റർ അതിനെ സംവിധാനം ചെയ്യുകയും നിത്യഹരിത നായകൻ പ്രേം നസീർ, നമ്മുടെ ജീവിക്കുന്ന ഇതിഹാസം മധു സർ, മലയാളത്തിൻ്റെ ആദ്യത്തെ ദേശീയ അവാർഡ് വിന്നർ PJ ആൻ്റണി, വിജയ് നിർമ്മല തുടങ്ങിയ താരങ്ങൾ അണിനിരക്കുകയും ഭാസ്കരൻ മാസ്റ്ററുടെ പൊൻതൂലികയിൽ നിന്ന് വിടുന്ന വാക്കുകൾക്ക് സ്വർണ്ണ ചിറകുകൾ നൽകി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MS ബാബുരാജ് എന്ന ബാബുക്ക. നമുക്ക് തുടങ്ങാം. ഭാർഗവി നിലയത്തിലെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ആ ഗാനത്തിലൂടെ ശ്യാം നമുക്ക് വേണ്ടി പാടുന്നു താമസമെന്തേ വരുവാൻ. താമസമെന്തേ വരുവാൻ താമസത്തെ എൻ്റെ മുന്നേ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണേ താമസമെന്തേ വരുവാൻ താമസത്തെ എൻ്റെ മുന്നേ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണേ താമസമെന്തേ ഹേമന്തയാമിനി തൻ പൊൻവിളക്കു പൊലിയാറാ മാതന്ത ശാഖകളിൽ രാത്രികൾ മയങ്ങാറാ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണേ താമസമെന്തേ വരുവാൻ. തളിർമഴമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോരത്തടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാതൊളി ചന്ദ്രികയിൽ മന്ദഹാസം കണ്ടുവല്ലോ പാതൊളി ചന്ദ്രികയിൽ മന്ദഹാസം കണ്ടുവല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ